എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണ്. ഈ പ്രസംഗം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതാണ് ഒരു 1.5 വർഷം മുമ്പ്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഇവിടെ വരാൻ തീരുമാനിച്ചപ്പോ പരിശുദ്ധാത്മ അവരോട് പറഞ്ഞു ഈ ദൂതാ സംസാരിക്കണം. ഞാൻ പറഞ്ഞതാ. അപ്പം സംശയം തീർക്കാനായിട്ട് ഞാൻ ഒന്നുകൂടെ ഈ പ്രസംഗിച്ച സ്ഥലം ഒരുപാടിടത്ത് പോയി പ്രസംഗിക്കുന്നതുകൊണ്ട് ഒരു ബുക്ക് തന്നെ അതിനകത്ത് ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം പോയ സ്ഥലങ്ങളിൽ ഡേറ്റ് ഒന്നും ഇടാറില്ല. അത് ഞാൻ നോക്കും. അങ്ങനെ നോക്കുമ്പോ ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗം. പക്ഷേ ഈ ദൈവവചനത്തിന്റെ വലിയൊരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് പ്രസംഗിക്കുമ്പോഴും വചനം ഒരേ വചനമാണ്. പക്ഷേ ദൈവം തന്റെ ജനത്തിന്റെ ആവശ്യം അറിഞ്ഞ് അത് വിഭാഗിച്ചു തരുന്ന ദൈവം. അതാണ് നമ്മുടെ വചനത്തിന്റെ വലിയ പ്രത്യേകത. ഇപ്പൊ ഒരു നോവൽ വായിച്ചാല്, അല്ലെങ്കിൽ ഒരു കഥ സ്റ്റോറി വായിച്ചാൽ, അല്ലെങ്കിൽ നോട്ട്ബുക്ക് വായിച്ചാൽ അതിനകത്ത് എന്തുവാ എത്ര പ്രാവശ്യം വായിച്ചാലും അതിനകത്ത് ഒരേ കാര്യം കിട്ടത്തുള്ളൂ. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓരോ സാഹചര്യങ്ങളിലും ഓരോ വ്യക്തികൾക്കും ആവശ്യമായ വിധത്തിൽ ദൈവവചനത്തില് ആര് പ്രസംഗിച്ചാലും അതിനകത്ത് അതെല്ലാം ഉണ്ടാകും. അതാ ദൈവവചനത്തിന് വലിയ മനോഹാരിത എന്നുള്ളത്. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഒരു പ്രാവശ്യം കേട്ട പ്രസംഗം പിന്നെ നാളിലും കേട്ടത് എത്ര പ്രാവശ്യം കേട്ടതാന്ന് വിചാരിച്ച് മുൻവിധിയോടുകൂടെ നമ്മൾ ഇരിക്കരുത്. ദൈവസന്നിധിയിൽ ഒരു തുറന്ന ഹൃദയത്തോടുകൂടെ നമുക്ക് ഇരിക്കാം. ഇവിടെ 12-ാം അധ്യായം തുടങ്ങുമ്പോൾ ആദ്യത്തെ വാക്കെന്തുവാ? ആകയാൽ, therefore, അല്ലെ? ആകയാൽ എന്നുള്ള വാക്ക് എവിടെയെങ്കിലും നമ്മൾ കണ്ടാൽ അതിന്റെ അർത്ഥം അതിന് തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ തുടർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ 11-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ? വിശ്വാസ വീരൻ, പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്വാസ വീരന്മാരുടെ നീണ്ട പട്ടികയാണ്. അവിടെ എത്ര ഇപ്പൊ ഇരുന്ന് എണ്ണരുത്, എത്ര വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്? പഴയ നിയമ വിശുദ്ധന്മാർ അത് എണ്ണണ്ട, എണ്ണ പാടുക, അത്ര എളുപ്പമല്ല. തിരുവനന്തപുരം സംഘടന പറയുന്നവർക്ക് 100 രൂപ പോക്കറ്റിലില്ല. എത്ര ഉണ്ട് നടക്കോ? അന്ന് വലിയ വലിയ ഇന്റർനാഷണൽ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? 17 പഴയ നിയമ വിശുദ്ധന്മാർ, 1 2 ഒന്നുമല്ല, 17 പഴയ നിയമ വിശുദ്ധന്മാരെ അവരുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ചും അവരെ എങ്ങനെ ദൈവം നീതിമാന്മാരായി വിശ്വാസ വീരന്മാരായി എണ്ണാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വലിയൊരു നീണ്ട പട്ടിക വളരെ ചുരുക്കമായിട്ട് 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ തുടങ്ങുന്നത് തന്നെ 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എന്തുവാ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പിന്നെ അങ്ങോട്ട് തുടങ്ങുക സൃഷ്ടിയുടെ ആരംഭം മുതൽ പുതിയ നിയമത്തിന്റെ ആരംഭം വരെയുള്ള വിശുദ്ധന്മാരെ എല്ലാം നിരത്തിക്കൊണ്ട് പൗലോസ് പറയാണ് ആകയാൽ. ഹല്ലേലൂയ. എന്തായാലും അർത്ഥം അറിയാമോ? പലപ്പോഴും ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചില സമയത്ത് ക്ഷീണിച്ചും തളർന്നും പോകും. നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ? നമുക്ക് ഓട്ടം ഓടി ജയിക്കാൻ പറ്റുമോ? നമ്മൾ വീണു പോകുമോ? നമ്മൾ തകർന്നു പോകുമോ? നമ്മൾ ക്ഷീണിച്ചു പോകുമോ എന്നുള്ള സംശയങ്ങൾ പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ കൊണ്ടിടും. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയാണ്, നിങ്ങൾ മാത്രമല്ല ഓടിയത്, നിങ്ങളുടെ മുമ്പേ അനേക വിശുദ്ധന്മാർ ഓട്ടം ഓടി തികച്ചൊരു പോർക്കളത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ പോർക്കളത്തിൽ അനേക വിശുദ്ധന്മാർ ഓടിത്തീർന്നതാണ്. അപ്പോസ്തലൻ പൗലോസിന്റെ ഒരു മനോഹരമായ ശൈലിയാണ് ക്രിസ്ത്യൻ ജീവിതത്തെ ഓട്ടത്തോട് താരതമ്യപ്പെടുത്തുക. നമുക്കറിയാം, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയാണ്, എന്റെ നിര്യാണകാലം വരുത്തു, ഞാൻ എന്റെ ഓട്ടം ഓടി, ഞാൻ വിശ്വാസം കാത്തു,
ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. ഞാൻ എന്റെ ഓട്ടം തികച്ചു. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ കൃപയും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്റെ ഓട്ടം. പൗലോസിന്റെ ഒരു ശൈലിയാണ് ക്രിസ്ത്യൻ ജീവിതത്തെ ഓട്ടത്തോടെ താരതമ്യപ്പെടുത്തുക. അപ്പൊ ഓട്ടത്തോടെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ഒരു കോളേജിലെ സ്പോർട്സ് ഡേ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അവിടെ ഓടാൻ നിൽക്കുന്ന കുറെ പേരുണ്ട് അല്ലേ? പിന്നെ കാണികളായിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട്. പിന്നെ വെറുതെ തമാശയ്ക്ക് വേണ്ടി ഇവരുടെ കൂടെ ഓടുന്നവരുണ്ട്. പല വിധത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ സീരിയസ് ആയിട്ട് ഓടാൻ വന്ന് നിൽക്കുന്നവര് അവരുടെ ഡ്രസ് എങ്ങനെയുള്ളതായിരുന്നു? ഏറ്റവും മിനിമം ഡ്രസ് അല്ലേ? ഏറ്റവും മിനിമം ഡ്രസ്. മിനിമം ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഓടുന്നതിന്, വേഗത്തിൽ ഓടി തീർക്കുന്നതിന് യാതൊരു ശാരീരികമായ തടസ്സങ്ങളും വരരുത് അല്ലേ? മുണ്ടെടുത്തോണ്ട് ഓടാൻ തുടങ്ങിയാൽ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് എങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഞങ്ങള് കോളേജിൽ ചേർന്ന് കഴിയുമ്പോ ഫസ്റ്റ് ഇയറാ. അപ്പം ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഓട്ട മത്സരമുണ്ട്, 100 മീറ്റർ ഓട്ട മത്സരം. അപ്പം അവിടെ ചെന്നപ്പോഴാ പറയുന്നത് 100 മീറ്റർ ടീച്ചേഴ്സിന്റെ ഓട്ട മത്സരം. അപ്പം പിള്ളേരെല്ലാം കൂടെ, അപ്പൊ ഈ കോമേഴ്സ് പിള്ളേരാണല്ലോ എല്ലാത്തിനും മുന്നിൽ. അപ്പൊ ഞാൻ ഈ കോമേഴ്സ് അധ്യാപനമാണ്. ഞാൻ ആദ്യം ചെന്ന വർഷമായതുകൊണ്ട് പിള്ളേരെല്ലാം കൂടെ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഓട്ട മത്സരത്തിനനുസരിച്ച് ഓടാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പം അന്ന് ഗതികേടിന് മുണ്ടെടുത്തുണ്ടായി. പിന്നെ ബാക്കി കഥ ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ ഞാൻ ഓട്ടത്തിൽ ഒന്നാമത് വാങ്ങിച്ചിരിക്കാൻ ഒരു പ്ലാസ്റ്റിക്. അപ്പൊ ഓടാനും എനിക്ക് അറിയാവുന്ന മനസ്സിലായി. അതല്ല നമ്മുടെ വിഷയം. അപ്പം ഓട്ടക്കളത്തിൽ ഓടുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം. കുറെ പേര് മെനക്കെട്ട് നിൽക്കും. കാരണം ഇതിന്റെ കൂടെ വെറുതെ ഓടി, വെറുതെ തമാശയ്ക്ക് ഓടി കാണികളെ മുഴുവൻ ഇങ്ങനെ വിഷയം മാരത്തൺ ഓട്ടം ഓടുമ്പോഴാണ് രസം. പിന്നെ എല്ലാം കയറി ഓടാൻ തുടങ്ങും. ആ പകല് 4 പേര് പോലും ബസ് റൗണ്ട് കഴിയത്തില്ല. എല്ലാവരും ഇങ്ങനെ ബഹളം വെച്ച് കൈയും വീശിയും ഒക്കെ ഒരു ആഘോഷമാക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണ സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞാൽ. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരിക്കലും ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരുവനും വലിയൊരു ഭാരം മുതുകത്ത് വെച്ചോണ്ട് ഓടാൻ നോക്കുമോ? ഓടത്തില്ല, ഒരിക്കലും ഓടത്തില്ല. പരദേശി മോക്ഷയാത്ര എന്ന് പറഞ്ഞ ജോൺ ബെനിയന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയുടെ പരദേശി മോക്ഷയാത്ര എന്നുള്ള ബുക്കിൽ അദ്ദേഹം പറയുന്നത്, ഒരുവൻ അവന്റെ പുറത്ത് വലിയൊരു പാപത്തിന്റെയും ഭാരത്തിന്റെയും പാട്ടക്കെട്ടുമായി അവനിങ്ങനെ വെച്ച് അവന്റെ പരദേശി പ്രയാണം നടത്തുകയാണ്. പക്ഷേ അവൻ ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ അവന്റെ ചുമലിൽ ഉണ്ടായിരുന്ന ആ ചുമട് മുഴുവൻ അവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോ അവന് വളരെ ഈസിയായിട്ട് അവന്റെ ഓട്ടം ഓടാനായിട്ട്. അതുപോലെ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യണം? നോക്കി സകല ഭാരം. എന്തിനാ ഈ ഭാരം ആദ്യം പറഞ്ഞ? പാപമല്ലേ ആദ്യം പറഞ്ഞത്? ഭാരം ആദ്യം പറഞ്ഞത് പരിശുദ്ധാത്മാവ് തെറ്റിയതാണോ? പൗലോസ് തെറ്റിയാണോ? അല്ല. കാരണം അനേക വിശ്വാസികളെ വിശാലിക്കുന്നത്, തളർത്തിയിടുന്നത് പലവിധമായ ഭാരങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ട് നമ്മളെ ഞെരുക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഭാരം എന്ന് പറയുന്നത് ഒരു വലിയ തടസ്സമാണ്. നമുക്ക് നമ്മുടെ ഓട്ടം സ്ഥിരതയോടാൻ പറ്റത്തില്ല. എന്താ ഭാരം? പലവിധമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഭാരം അല്ലേ? എന്തായാലും നമ്മളൊന്ന് ആലോചിച്ച്, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ വേണ്ടിയും വേണ്ടാത്തതുമാണ് സകല ഭാരത്തിന്റെ കെട്ടുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും അല്ലേ? നമ്മൾ വിളിച്ചു വരുന്നതാണോ ഈ ഭാരം? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ ഇത് വരുന്നത്? അല്ല, ഇത് എവിടുന്നേക്കെ വന്ന് കയറിക്കോളൂ. അപ്പം ഈ ഭാരം നമ്മളെ ക്ഷീണിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കരുത്.
ഭാരം. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 5:7 ഒന്ന് വായിച്ചാട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേൽ ഇട്ടുകൊള്ളി. ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നമ്മുടെ സകല ചിന്താഭാരങ്ങളും നമ്മൾ ആരിലിടണം? കർത്താവിലിടണം. നമുക്കുള്ള കുഴപ്പമെന്നറിയാമോ? കർത്താവിലിട്ടെന്ന് പറയും, പക്ഷേ ആരാധന കഴിഞ്ഞ് പോകുമ്പോഴോ കർത്താവ് ഇതെല്ലാം കൂടെ നിനക്ക് ഭാരമാണ്, കുറച്ച് ഞാനോടൊക്കെ കൊണ്ടുപോയേക്കാം അല്ലേ, കുറച്ച് നമ്മളെ തിരിച്ചെടുത്തോണ്ടാണ് പോകും അല്ലേ. ഇത് ഞാൻ തമാശയായിട്ട് പറഞ്ഞത് പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെ. പിന്നെ സംഘടനക്കാരൻ പറയാം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ വെളിയിൽ പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കില്ല. ആരാ നീതിമാൻ? കുഞ്ഞാടിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരൊക്കെ നീതിമാന്മാരാണ്. നമ്മളെല്ലാം നീതിമാന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നീതിമാൻ കുലുങ്ങി പോകാനോ ഒരു നാളും സമ്മതിക്കുന്ന ദൈവമല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ ഭാരപ്പെട്ട് ഞെരുങ്ങി എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത്, അന്നും ഞാൻ എന്റെ ദർശനങ്ങളിൽ കാണുന്ന മനുഷ്യനല്ല, എന്റെ നേരെ നീട്ടപ്പെട്ടതാണ് ഒരു കാര്യം. എന്നിട്ട് ഞാനൊരു ശബ്ദം കേൾക്കാം, മോനെ, this burden is too much for you to bear. Why don't you give that to me? I will bear that for you. മോനെ, നിനക്ക് ഈ ഭാരം വഹിക്കാൻ വളരെ കൂടുതലാണ്, പക്ഷെ എനിക്കത് കൂടുതലില്ല. ഇങ്ങോട്ട് ഞാൻ വഹിച്ചോളാം. ഞാൻ ഇപ്പോഴും അടുത്തിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ദിവാത്മാവിനോട് സംസാരിക്കാന്നറിയാമോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനായി ജനിച്ചവരെല്ലാം മരിക്കുന്നവരെ വരെ പലവിധமான പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും അവസ്ഥകളും നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് നമ്മളെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെന്റ്സിലാക്കി നമ്മളെ സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റിൽ ഭദ്രമായിട്ടൊന്നും സൂക്ഷിക്കത്തൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റൂ, പ്രതികൂലങ്ങളെ നേരിട്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ ജോലി സ്ഥലത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകും, നമ്മുടെ ഭവനങ്ങളിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും, നമ്മൾ ഇടപെടുന്നവർ പ്രതികൂലങ്ങൾ ഉണ്ടാകും, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ചിലപ്പോൾ പ്രതികൂലങ്ങൾ വന്നെന്ന് വരാം, നമ്മുടെ ജോലി സ്ഥലത്ത് വരുന്നെന്ന് വരാം. ഇതെല്ലാം പിശാചി നമ്മുടെ മേൽ കൊണ്ടിടുമ്പോൾ സകല ഭാരവും കർത്താവിന്റെ കയ്യിലോട്ട്, കർത്താവേ എനിക്കിത് ബെയർ ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, നീ ഇത് കൈകാര്യം ചെയ്യണം, ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ വിശ്രമിക്കാൻ കഴിഞ്ഞാൽ, അതാണ് വചനം പറയുന്നത്, വിശ്രമിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും നിങ്ങളുടെ ബലം. ഹല്ലേലൂയ. വിശ്രമിക്കാൻ നമുക്ക് കഴിയണം. ഈ നമുക്ക് വരുന്ന കുഴപ്പമെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഉരുക്കഴിക്കാൻ, ഈ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളെ ഈ സൂചിയിൽ നൂല് കോർത്തി, ഇപ്പൊ പിന്നെ ആരും സൂചിയിൽ നൂലൊന്നും കോർക്കാറൊന്നുമില്ല, കാരണം തയ്ക്കാറൊന്നുമില്ല. പണ്ടൊക്കെ ഈ സൂചിയിൽ നൂല് കോർത്ത് ഈ തുന്നിക്കൊണ്ടിരിക്കുമ്പോ, തുണി എന്തെങ്കിലുമൊക്കെ കുത്തി തയ്ക്കൊണ്ടിരിക്കുമ്പോ നൂലെല്ലാം കൂടെ കയറി കുരുങ്ങും. നൂലെല്ലാം കൂടെ കയറി കുരുങ്ങുമ്പോ ഈ അമ്മമാരെ കുരുക്കഴിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് പിള്ളേർ ഓടി വന്നിട്ട് എന്താ പറയും, ഞാൻ ഇപ്പൊ കുരുക്കഴിച്ച് തരാമെന്ന് പറഞ്ഞ് ഇവര് നമ്മുടെ കയ്യിൽ നിന്ന് ഈ നൂല് പിടിച്ചു വന്നോണ്ടു. കുരുക്കഴിയോ ഇല്ല, പഴയതിലും കുറച്ചുകൂടെ കുരുക്കാക്കി ഈ നൂല് ഇങ്ങോട്ട് വയ്ക്കും അല്ലേ. എന്നാൽ അതേ സമയത്തോ അമ്മയുടെ കൈ കിട്ടി കഴിയുമ്പോഴോ അത് ശാന്തമായിട്ടെടുത്ത് മനോഹരമായ കുരുക്കഴിച്ച് നൂല് പൊട്ടാതെ ശരിയായ വിധത്തിൽ ഇതേപോലാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോയാൽ കുരുക്ക് കൂടുന്നതല്ലാതെ ഒരിക്കലും കുരുക്ക് അഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവിന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തിട്ട്, കർത്താവേ ഞാൻ കുരുക്കഴിക്കാൻ നോക്കിയാൽ ഈ കുരുക്കരിയത്തില്ല, നീ എനിക്ക് നിന്റെ കയ്യിലോട്ട് ഞാൻ തരികയാണ്, നീ ഇതിന്റെ കുരുക്കരിച്ച് എനിക്ക് മടക്കി തന്നാട്ടെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രശ്നം മനോഹരമായി സോൾവ് ചെയ്ത് നമ്മുടെ കരങ്ങളിലേക്ക് മടക്കി തരുന്നത്. ഭാരങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ
അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, അവന്റെ ചുമലിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തുകൊണ്ട് വിശ്രമിപ്പാൻ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ. അതാണ് നമ്മളുടെ കുറിച്ച്. അതുകൊണ്ട് സകല ഭാരവും നമ്മൾ വിടണം. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ? വിടണമെന്ന് പറഞ്ഞാൽ ആരാ ചെയ്യണ്ടേ? ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ദാറ്റ്. കർത്താവ് വേണ്ടി ചെയ്യുന്നില്ല. നമ്മൾ വായിക്കുന്നു, പിന്നെ സർവാജവർഗം ധരിച്ചുള്ള കൂട്ടോ. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങളെല്ലാം സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് റെഡി ദേർ, ബട്ട് വി ഹാവ് ടു പുട്ട് ഇറ്റ് ഓൺ. നമ്മൾ അതെടുത്ത് ധരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ ഭാരം കർത്താവ് നമ്മുടെ ഭാരം മാറ്റി തരാനൊന്നും കർത്താവ് നിൽക്കത്തൊന്നുമില്ല. കർത്താവിനെ അവിടെ കൊടുത്താൽ അവൻ ആ ഭാരം വെച്ചു. രണ്ടാമത് മുറുകെ പറ്റുന്ന ഭാവം. എന്താ മുറുകെ പറ്റുന്ന ഭാവം? എത്ര ശ്രമിച്ചാൽ നമുക്ക് വിട്ടുപോകാൻ കഴിയാത്ത പാപസ്വഭാവങ്ങളാണ് മുറുകെ പറ്റുന്ന ഭാവം. പണ്ടൊക്കെ ഒരു ഉദാഹരണം പറയുക, ഈ അമ്പയാറ്റിൽ വെള്ളം പൊങ്ങുമ്പോ എല്ലാം ഈ പിന്നെ മരങ്ങളിൽ നിന്നൊക്കെ വലിയ മരങ്ങൾ, വലിയ വില കൂടിയ മരങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി ഇങ്ങനെ വരും. ചെങ്ങന്നൂർ, കലിശ്ശേരി ആ സൈഡിൽ കൂടെ ഇതിങ്ങനെ ഒഴുകി വരും. അപ്പൊ ഈ രണ്ട് കരയിലും, ഈ പമ്പയാറ് രണ്ട് കരയിലും കുറെ ചെറുപ്പക്കാർ, നല്ല മഴ സമയത്ത് നല്ല നീന്തൽ അറിയാവുന്ന ചെറുപ്പക്കാര്, അവർ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതാണ് മരങ്ങളൊക്കെ അവർ അവരുടെ പണവിലോട്ട് വലിച്ചടിപ്പിച്ച് അവരത് കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കാൻ. ഗവൺമെന്റ് എതിരൊന്നുമില്ല. കാരണം അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ എവിടുന്ന് വന്നെന്നോ ഏത് വലത്തിൽ നിന്ന് വന്നെന്നൊന്നും അറിയത്തില്ല. കാരണം മരങ്ങളിലൊക്കെ വെട്ടിയിട്ടിരിക്കുന്ന മരം ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അപ്പൊ അത് കിട്ടുന്നവനാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് ഒരുപാട് ചെറുപ്പക്കാരിങ്ങനെ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ വലിയൊരു കറുത്ത കെട്ട് വരും. അപ്പൊ അന്നൊക്കെ പഴയ കാലങ്ങളിലൊക്കെ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, ഈ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ വീട്ടിലെ സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങളും മറ്റുമൊക്കെ വലിയ കരിമ്പളത്തിലാണ്. കരിമ്പളം എന്ന് പറഞ്ഞാൽ അറിയാമോ? വലിയ കമ്പിളിയാണ്. അതൊക്കെ മഴ സമയത്തൊക്കെ പുറയ്ക്കാൻ നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് സാധനമായി കരിമ്പളം എന്ന് പറയും. ഇപ്പോഴല്ലേ നമുക്ക് വേറെ മറ്റു വെള്ളവും ഒക്കെ നമുക്ക് അന്ന് അനേക വീടുകളിൽ ഈ കരിമ്പളമാണ്. അപ്പം വെള്ളം പൊങ്ങുമ്പോ ഈ സാധനങ്ങളെല്ലാം കൂടെ ഈ കരിമ്പളത്തിനകത്ത് പൊതിഞ്ഞ് അവർ തട്ടിന്റെ മേളിലൊക്കെ കൊണ്ടുവെക്കും. വെള്ളം പൊങ്ങും. അപ്പൊ കുറെ വെള്ളം പൊങ്ങി കഴിയുമ്പോൾ അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കരിമ്പളക്കെട്ടിനാക്കാം. അപ്പം കുറെ വെള്ളം പൊങ്ങി കഴിയുമ്പോൾ ഈ കരിമ്പളക്കെട്ടുകളും വെള്ളത്തിനകത്ത് ഇങ്ങോട്ട് ഒഴുകി വരാം. അപ്പം ഈ ചെറുപ്പക്കാരൻ നോക്കുമ്പോൾ വലിയൊരു കരിമ്പളക്കെട്ട് വരുന്നു. അപ്പൊ ഇവര് പറഞ്ഞടാ, ഏതാണ്ടൊക്കെ സ്വർണമോ വെള്ളിയോ, ഏതാണ്ടൊക്കെ കഥമോ ചെമ്പ് കലമോ, പിന്നെ എന്തൊക്കെ അങ്ങനത്തെ ഉണ്ടായിരുന്ന സാധനങ്ങളല്ലേ, ഉരുളിയോ ഒക്കെ ഇതിനകത്ത് ഉണ്ടാകും. ആ ഒരു വലിയ ആവേശത്തിൽ ചാടി അങ്ങോട്ട് നീന്തി ഓടിച്ചെന്ന് ഈ കരിമ്പളക്കെട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലാ, ഇവര് പിടിച്ചപ്പോ കരിമ്പളക്കെട്ട് ഇവരെയും പിടിച്ചു. അപ്പം ഇവര് കരക്കോട്ട് നീന്താൻ നോക്കുക, കരക്കോട്ട് നീന്താൻ പറ്റുന്നില്ല. ഈ കരിമ്പളക്കെട്ട് ഇവരെയും കൊണ്ട് താഴേക്കത് പോവുക, വലിയൊരു കയത്തിലേക്ക് പോവുക. അപ്പം സൈഡിൽ നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലായി ഇത് ബസ്സാണ്. അവരവിടുന്ന് വിളിച്ചു പറഞ്ഞു, അയ്യോ അത് കരിമ്പളക്കെട്ടല്ലേ, വേറെ ഏതാണ്ടാണേ, നിങ്ങൾ അതിനെ അങ്ങ് വിട്ടേച്ചിട്ട് തിരിച്ച് നീന്താം. അപ്പൊ അവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വിട്ടിട്ടും ഈ കരിമ്പളക്കെട്ട് വിടുന്നില്ല, ഞങ്ങൾ വിട്ടിട്ടും ഈ കരിമ്പളക്കെട്ട് വിടുന്നില്ല. എന്തായാലും അറിയാമോ, മലവെള്ളത്തിൽ ഒഴുകി വന്ന ഒരു കരടിക്കുട്ടിയായിരുന്നു. അതിന് മരണവെപ്രാളത്തിൽ ഒഴുകി വന്നപ്പോ ഇവര് കയറി അതിനെ പിടിച്ചപ്പോ അത് മരണവെപ്രാളത്തിൽ ഇവരെയും കയറി പൂണ്ടടക്കം വിളിച്ചു. കരടി ഒഴിച്ചാളുണ്ടോ വിടുന്നു. ഈ ചെറുപ്പക്കാര് ആ കായത്തിലേക്ക് മുങ്ങിത്താണ്. ഇത് നടന്ന സംഭവമാണെങ്കിലും ഇതിനകത്ത് വലിയൊരു ആത്മീയാർത്ഥം. ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നില്ല.
നമുക്ക് ആദ്യം വളരെ മനോഹരമെന്ന് തോന്നും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇളന്തോട്ടത്തിലും പിശാച് അവളെ ചലിച്ചെങ്ങനാണല്ലോ, അത് മനോഹരമെന്ന് അവർ കണ്ടു. തിന്നാൻ നല്ലത്, പ്രാപിക്കാൻ നല്ലത്, കാണാൻ നല്ലത്. അവളെ കണ്ടപ്പോൾ അവൾ മോഹിച്ചു, അവളെ വർഷിക്കുന്നു. പലപ്പോഴും ഈ പാപം ഇങ്ങനെ വളരെ മോഹിപ്പിക്കുന്നതാണ്, പക്ഷേ ഈ പാപം നമ്മളെ തകർക്കുന്നതാണ്, അല്ലെ? ഉദാഹരണങ്ങളുടെ ദൈവത്തിന് വചനത്തിലുണ്ട്, ശിംശോൻ ദൈവത്തിന് വേണ്ടി വൻകാര്യം ചെയ്ത മനുഷ്യൻ, അല്ലെ? കഴുതയുടെ താടിയതുകൊണ്ട് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് അനേകായിരങ്ങളെ കൊന്നൊടുക്കിയതാണ് ദൈവത്തിന്റെ വലിയ യോദ്ധാവ്. പക്ഷേ അവൻ ദലീലയുടെ മടിയിൽ, പാപത്തിന്റെ മടിയിൽ ഉറങ്ങിയതിന്റെ ഫലമായി അവന്റെ ദൈവകൃപ നഷ്ടപ്പെട്ടു, ഒരു പരിഹാസമാത്രമായി തീർന്നു, ഒരു കൂത്തുകാഴ്ചയായി തീർന്ന് മറ്റുള്ളവരോടുകൂടെ എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മാറിപ്പോയി. നിങ്ങളവരെ എന്തിനാണ് കർത്താവ് എനിക്ക് ദൂതം എന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നതെന്ന് അറിയത്തില്ല. ഏതെങ്കിലും വിധത്തിലുള്ള മുറുകെ പറ്റുന്ന പാപം നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഉപേക്ഷിക്കാൻ കഴിയാതെ ചില പാപ സ്വഭാവങ്ങൾ, അത് ചിലപ്പം വളരെ നമുക്കത്ര വലുതായിട്ട് തോന്നത്തില്ല. പക്ഷേ പ്രിയമുള്ള ഒരു കാര്യം ഓർത്തോളം, വിശുദ്ധിയുടെ അളവ് തോത് നമ്മളല്ല, വിശുദ്ധിയുടെ അളവ് തോത് ഞാനല്ല, നിങ്ങളുടെ വിശുദ്ധിയുടെ അളവ് തോത് മക്കളല്ല, നിങ്ങളുടെ വിശുദ്ധിയുടെ അളവ് തോത് നമ്മുടെ വിശുദ്ധിയുടെ അളവ് തോത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടെ ദൈവത്തിന്റെ ആരാധന ഓർമ്മിച്ചല്ലോ, ദുർനടപ്പ്, ദുർമോഹം, അശുദ്ധി, വിഗ്രഹാരാധന, ഇതൊക്കെ ഇന്ന് ആത്മീയ ഗോളത്തിലേക്ക് നടപാടില്ല. അത്യാഗ്രഹം. ഈയിടെ സമൂഹ മാധ്യമത്തിൽ നിങ്ങൾ പലരും സോഷ്യൽ മീഡിയ കണ്ടു കാണും. പിന്നെ യോഹന്നാൻ ഇട്ടേക്കുന്ന ചില പോസ്റ്റ്, ഒരു പാസ്റ്റർ ഒരുപാട് പേരുടെ കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം വെട്ടിച്ചത്. കാരണം എന്താ? 43 ലക്ഷം രൂപ കൊണ്ട് നോർത്ത് ഇന്ത്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മനുഷ്യൻ 43 ലക്ഷം രൂപ കൊണ്ട് നാട്ടിൽ വന്നു. അദ്ദേഹത്തിന് നാട്ടിൽ വീട് വെക്കാൻ വലിയ ആഗ്രഹത്തോടെ വന്നതാ. അന്നേരമാണ് ഈ മനുഷ്യന്റെ ഒരു ഉപവാസ പ്രാർത്ഥനയും കണ്ടു. ഈ മനുഷ്യൻ പലരെയും ചതിച്ചു. എന്ന് പറഞ്ഞാൽ വലിയ വലിയ ദേവദാസന്മാരെ ഒക്കെ വിളിച്ച് ഇദ്ദേഹം നോട്ടീസ് അടിച്ച് മീറ്റിംഗ് അങ്ങ് സംഘടിപ്പിച്ചു. അപ്പൊ വലിയ വലിയ ദേവദാസന്മാർ ഒന്നും അറിയാതെ ചെന്ന് അതിനകത്ത് ശുശ്രൂഷിക്കും, അവൻ അവർക്ക് കിട്ടേണ്ട ചെയ്യ വാങ്ങിക്കൊണ്ട് പോയിരിക്കും. പക്ഷേ ഇത് കണ്ട് ഈ മനുഷ്യൻ അവിടെ ചെന്നു. ഈ മനുഷ്യൻ ചെന്നപ്പോ ഈ പാംശ്വതയുടെ പരിചയപ്പെട്ടു. ചുരുക്കിയെന്ന് പറഞ്ഞാൽ ഈ 43 ലക്ഷം രൂപ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 8 കോടി രൂപയുടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തൊരു ചെക്കങ്ങൾ കാണിച്ചു. കാരണം എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇത് തന്ന പൈസയാണെന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് അയാളെ വിശ്വസിച്ചു. 43 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുക്കി അദ്ദേഹം മുങ്ങി. കാര്യമില്ല, ഈ 43 ലക്ഷം കയ്യിലുണ്ടായിരുന്നവൻ അതെടുത്ത് ഒത്തിക്കുന്നു. എന്താ? അത്യാഗ്രഹം. വിശ്വാസികളുടെ കാര്യം പറയുന്നേ, പാസ്റ്റർമാരുടെ കാര്യം പറയുന്നേ. ഇവരുടെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ ചതിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളെ ജീവിക്കുന്നത്. പാവപ്പെട്ട വിശ്വാസികൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കവർന്നെടുക്കുന്ന അനേകം കാണാൻ സാധിക്കും. ഈ റിവൈവൽ ചാരിറ്റീസ് എന്ന് പറഞ്ഞ് നോർമൽസിന്റെ വേറെ മനോഹരമായ ഒരു ബുക്കുണ്ട്, റിവൈവൽ ചാരിറ്റി. പഴയ ബുക്ക് ഇപ്പൊ അത് കിട്ടാൻ വലിയ പ്രയാസം. എന്റെ കയ്യിലുണ്ടായിരുന്ന ആർക്കണ്ണൊക്കെ വായിക്കാൻ കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ബുക്ക് വായിക്കാൻ കൊടുത്താൽ ഒന്നും തിരിച്ചു കിട്ടും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കേട്ടോ നമ്മുടെ ആളുകൾക്ക്. ബുക്ക് വായിക്കാൻ മാറ്റിക്കൊണ്ട് പോയാൽ പിന്നെ തിരിച്ചു തരും. അതെത്ര വലിയ വലിയ വിശ്വാസികൾ പോലും അങ്ങനെ എന്ത് ചെയ്യണം പോട്ടെ. അപ്പൊ ഈ ബുക്ക് എനിക്ക് നഷ്ടപ്പെട്ടില്ല. അതിനകത്ത് അദ്ദേഹം പറയുന്നത് റിവൈവൽ വരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? Men of God are living luxurious life on the types of poor people. പാവപ്പെട്ട വിശ്വാസികളുടെ ദശാംശം വാങ്ങിച്ച്
ആഡംബര ജീവിതം നയിക്കുന്ന ദൈവദാസന്മാരുടെ കാലത്ത് എങ്ങനെ ദൈവം റിവൈവലായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുക എത്ര സങ്കടകരമാണ്. മനുഷ്യർ പണത്തിന് വേണ്ടി എങ്ങനെ. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നം. പ്രശ്നം മുമ്പാ മോനും അമ്മയും കൂടെ ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവരുടെ അമ്മ ഒരു പ്രത്യേക സഭയിലാണ് പോകുന്നത്. ആ സഭയിൽപ്പെട്ടവരെ കൊണ്ട് എല്ലാം വസ്തു വാങ്ങിയും വിൽക്കുകയും കച്ചവടം നടത്തിക്കുക. ഈ സ്ത്രീകളെ കുറെ സ്വത്ത് അവരെ എടുത്ത് വാങ്ങിച്ച് മറിച്ചും വിറ്റ് ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവരുടെ പൈസ മുഴുവൻ കഴിച്ചു. ആ മകൻ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. ആ സഭകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. അത് നമ്മുടെ ഉദ്ദേശമാണ്, നമ്മുടെ ഇതല്ലല്ലോ. കാരണം അങ്ങനെയുള്ളത് എത്ര പേരെ ചതിച്ചെന്നറിയാമോ? ഒരു സമയത്ത് വലിയ കട്ടൗട്ടുകളാണ്. ആരെയാ ഉയർത്തുന്നത്? കർത്താവിനെയാണോ നമ്മളെയാണോ ഉയർത്തുന്നത്? ഇതൊക്കെ മുഴുവൻ പറ്റുന്ന പാപങ്ങളാണ്. പ്രശസ്തിക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ആത്മീയ ഗോളം. സങ്കടത്തോടെ ഞാൻ പറയാം. എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഞാൻ നിങ്ങളിൽ ചതിപ്പെടരുത്. നമ്മൾ മുറുകെ പറ്റുന്ന പാപം വിടണം. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള മുറുകെ പറ്റുന്ന പാപം, ചെറിയ ചെറിയ സ്വഭാവം. ഞാൻ മുമ്പ് അങ്ങോട്ട് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന മനുഷ്യനാണ്. ഭയങ്കര മുൻകോപിയാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. ഞാൻ പലപ്പോഴും പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് എന്നെ കളഞ്ഞേച്ച് പോകാൻ വേറെ ഒരു കാലത്തേക്ക് എന്നെ പണ്ടേ കളഞ്ഞേച്ച് പോയത്. കാരണം അത്ര പൊട്ടിത്തെറിക്കുന്നൊരു മനുഷ്യനായി. ഒരു കാരണം വേണ്ട. എവിടെയെങ്കിലും സുശേഖരയിലേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ ആകെ ക്ഷീണിക്ക് ഈ ചക്ക വളയുന്ന പോലെ വളഞ്ഞാണ് വരുന്നത്. അപ്പം ഇവിടെ അതിന് പോയപ്പോൾ ആ മീറ്റിങ്ങിന് പോയപ്പോൾ പുറകെ ഇരുന്ന് കണ്ണീരോട് പ്രാർത്ഥിച്ചതാ, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതാ. അപ്പം വരുന്നുണ്ടെ ചോദിക്കും മനുഷ്യായ. അപ്പം ഇവർക്ക് ഈ പെണ്ണിനൊക്കെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഇപ്പൊ എല്ലാം പെട്ടെന്ന് ഉടനെ മറുപടി കിട്ടണം. ഇച്ചിരി താമസിച്ചെന്ന് സാവകാശത്തിൽ നമ്മൾ ആരും ചോദിക്കത്തില്ല. എവിടെയെങ്കിലും അച്ഛൻ പോയിച്ചു വന്നാൽ പലരും ചിരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണുന്നുണ്ട്. അച്ഛൻ എവിടെയും പോയിച്ചു വന്നാൽ അങ്ങനെ അറിയണം അച്ഛൻ എവിടെ പോയാലും എന്ത് കിട്ടി അവൻ എന്ത് പറഞ്ഞു അപ്പം വരണം. പറഞ്ഞില്ലേ പിന്നെ ആകെ പ്രശ്നമുണ്ട് അല്ലേ? ഒരു സാവകാശം കൊടുക്കത്തില്ല നമ്മളല്ലേ? അങ്ങനെ സംഭവിക്കില്ല. ഞാൻ സന്ദർഭത്തെ പറഞ്ഞാൽ ആരെയും കുറ്റം പറയുന്നതല്ലേ? നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ ആരും പെർഫെക്റ്റൊന്നുമല്ല. നമ്മളെല്ലാവരും ജനതയോടുകൂടി സാധാരണ മനുഷ്യൻ. അപ്പം അതെന്താണ് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു പോയത്? എനിക്കങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിലേലോട്ടൊന്ന് മറിഞ്ഞ് ഇച്ചിരി കഞ്ഞി കുടിച്ച് കട്ടിലേലോട്ട് മറിയാനുള്ള വെപ്രാളത്തിനാണ് വരുന്നത്. അന്നേരമാ അവൾക്കൊരു കിണ്ണ പെട്ടെന്ന് ഞാനങ്ങ് പൊട്ടിത്തെറിക്കും. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആരും ഇതിന് എക്സെപ്ഷൻ ഒന്നും അല്ല. അവളൊക്കെ സാധാരണ മനുഷ്യരാണ്, ജനലക്ഷങ്ങളോടുകൂടിയ മനുഷ്യരാണ്. നമ്മളാരും ഞാൻ എപ്പോഴും പറയും നമ്മളാരും സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറങ്ങി തന്ന മാലാകമാനൊന്നും അല്ല, ജനലക്ഷങ്ങളോട് കൂടിയതാ. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യണം, പാപത്തെ പാപമായി കാണണം, അതിനോട് എതിർത്ത് നിൽക്കണം. താഴോട്ട് പറയുന്നുണ്ട്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. വചനത്തിൽ അതിന് നമുക്ക് വ്യക്തമായ മോഡൽസ് ഉണ്ട് അല്ലേ? യോസേഫ് പാപം ചെയ്തിട്ടില്ലയോ? ബുദ്ധിപരന്റെ ഭാര്യമായിട്ട് അമിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ അവർ സുഖമായിട്ട് ബുദ്ധിപരന്റെ ഭവനത്തില് രാജകീയമായിട്ട് വാഴായിരുന്നു. പക്ഷെ എവിടെ വരെ ബന്ധത്തുണ്ടായിരുന്നു? ബുദ്ധിപരന്റെ ഭവനത്തിൽ ഒതുങ്ങി. പക്ഷേ അവൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നു, പാപത്തെ അവൻ വിട്ട് ഓടി. താഴോട്ട് അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, പാപത്തോട് പോരാടുന്നത് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. We must be serious about sin. നമുക്ക് വരുന്ന കുഴപ്പമെന്ന് അറിയാമോ? We are not serious about sin. പാപത്തെ കുറിച്ച് നമുക്ക് വലിയ സീരിയസ്നെസ് ഉണ്ട്. അതിനും തിരിക്കുന്നു, വേണമെങ്കിൽ വൈകുന്നേരം പോയി നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് വരരുത്. നമ്മൾ പാപം സംഭവിച്ചാൽ നമ്മൾ ദൈവസ്ഥന്റെ ആത്മാർത്ഥമായി പശ്ചാത്തലത്തേക്ക് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം ക്ഷമിച്ചിരിക്കും. അത് സംശയമൊന്നുമില്ല. വചനമുണ്ട്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതെങ്കിൽ നമ്മൾ നമ്മളോട് പാപങ്ങളെ ക്ഷമിക്കാൻ നിൽക്കണം. വിശ്വസ്തൻ നീതിമാനുമാകുന്നു. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ വിശ്വസ്തൻ തന്നെയാണ്. ക്ഷമിക്കുക തന്നെ ചെയ്യും നമ്മൾ ഏറ്റു പറഞ്ഞാൽ. പക്ഷെ എന്ത് വിചാരിച്ചിട്ട് നമ്മൾ പാപം ചെയ്യുന്നവരായി മാറുന്നത്?
പാപത്തെ പാപമായി കാണണം, പാപത്തെ ഓടണം. അല്ലേ? ദാവീദിന്റെ കയ്യിൽ ദൈവം ആരെ കൊണ്ടുകൊടുത്തു? ശൗലിനെ കൊണ്ടുകൊടുത്തു. അല്ലേ? കൊണ്ടുകൊടുക്ക ശൗലിനോട്, ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു, നല്ല അവസരം, നിന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവം നിന്റെ കൈ കൊണ്ട് തന്നേക്കുക രാജാവിനെ. പക്ഷെ ദാവീദ് പറഞ്ഞു, ദൈവത്തിന്റെ അഭിഷേകനെ തൊട്ട് ഞാൻ പാപം ചെയ്യത്തില്ല. അല്ലേ? എളുപ്പമായിരുന്നു. ഒറ്റ കുത്തിന് ശൗലിനെ കൊന്നേച്ച് ദാവീദിന് രാജാവാകാമായി. വായിക്കാവുന്നവരുണ്ട്. ദാവീദ് പറയായിരുന്നു, ഞാൻ രാജാവാകുന്നത്. ഇവര് ഒരു ഇടയ്ക്ക് അറേഞ്ച്മെന്റിൽ വന്നതാ. അതുകൊണ്ട് എന്റെ അവകാശമാണ് കിരീടം, ഇസ്രായേലിന്റെ കിരീടം, രാജകീയ കിരീടം എന്റെ അവകാശമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞുകൊണ്ട് ശൗലിനെ കൊല്ലാമായിരുന്നു. പക്ഷെ ദാവീദ് പറഞ്ഞു, നോ, ഞാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് നേരെ കൈവങ്ങത്തില്ല. പക്ഷെ ദൈവം തക്ക സമയത്ത് ദാവീദിനെ ഉയർത്തി. പാപത്തെ നമ്മൾ വിട്ട് ഓടിയാൽ ദൈവം നമ്മളെ മാനിക്കും. പാപം നമ്മളെ വീഴ്ത്താനിടയാകരുത്, പാപം നമ്മളെ തകർക്കാനിടയാകരുത്. പോലെ പാപം നമ്മളെ തകർക്കാനിടയാകരുത്. പ്രിയമുള്ളവർ, പ്രത്യേകിച്ച് യുവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകം നിങ്ങൾ ചതിക്കുന്നതാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ചതിക്കുന്നതായിട്ടുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. പാപത്തിന്റെ വലിയ അട്രാക്ഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ. എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ കാണുന്നത് പാപം. അല്ലേ? ഇപ്പോഴൊക്കെ കുറെയൊക്കെ സെൻസറിങ് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഒരിടയ്ക്ക് ഈ ഇങ്ങോട്ട് ഇറങ്ങിയാല് ഈ സിനിമയുടെ വാർ പോസ്റ്ററുകൾ നമുക്ക് നോക്കാൻ പറ്റും. അവിടെ വരുമ്പോ നമ്മുടെ കുഞ്ഞിറങ്ങേണ്ടി വരും. ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ കാലഘട്ടത്തിൽ എവിടെ നമ്മളെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു. ഒരു ജോലി കയറി കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങാതെ മുമ്പോട്ട് പോകാൻ തുടങ്ങുന്ന വളരെ പ്രയാസമാണ്. പക്ഷേ കൈക്കൂലി വാങ്ങാതെ നിൽക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാവും. പക്ഷേ ദൈവം അവരെ മാനിക്കും. ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരെ ആർക്കും വേണ്ട, കളിപ്പിച്ച് മുഖസ്തുതി പറഞ്ഞു വെട്ടുക്കും തട്ടുക്കും നടത്തിയുള്ളവരൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. ആത്മാർത്ഥമായി പണിയെടുക്കുന്നവർ പലപ്പോഴും അംഗീകാരം കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മനുഷ്യൻ നിന്നെ അംഗീകരിച്ചില്ലേലും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട്, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാത്രമല്ല, നീ വിശ്വസ്തനായ ദൈവത്തിൽ നിൽക്കുമ്പോൾ നിന്റെ തലമുറകളെയും മാനിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ തലമുറകൾക്ക് ദൈവം നന്മയ്ക്കായി കണക്കിടുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇതിനോട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചേർക്കാൻ ആഗ്രഹിക്കുക. ഈ പലപ്പോഴും മുറുകെ പറ്റുന്ന പാപം വിടണമെങ്കിൽ നമുക്ക് നല്ല ദൈവം. എങ്ങനെ നമുക്ക് മുറുകെ പറ്റുന്ന പാപം വിടാൻ പറ്റും? ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുക. നമ്മളെന്ന് പറയുന്ന വ്യക്തി ആത്മീയ മനുഷ്യനുമുണ്ട്, ജഡീക മനുഷ്യനുമുണ്ട്. There is a carnal man and a spiritual man in our lives. എന്താ കാർണൽ മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡീക മനുഷ്യനാണ്. കാണുന്നതെല്ലാം നമുക്ക് വേണം, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ പ്രാപിക്കും. നമുക്കവിടെ ന്യായവും ഒന്നുമില്ല, പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. അതാണ് നമ്മുടെ ജഡീക മനുഷ്യൻ. ജഡീക മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. അവൻ കാണുമ്പോ നല്ല രസമുണ്ട്, എല്ലാവരും മദ്യപിക്കുന്നു, ഞാനും അല്പം മദ്യപിക്കാം. അല്ലെ? ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിൽ പലപ്പോഴും മാന്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ വലിയ പ്രയാസമാണ്. കാരണം അവരുടെ ഗച്ഛികളെല്ലാം കുട്ടി പൊട്ടിക്കൽ ഒരു സാധാരണ സംഭവമാണ്. അതിന്റെ മധ്യത്തിൽ ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. പക്ഷെ നമ്മളവിടെ കർത്താവ് വേണ്ടി നമ്മുടെ ജഡീക മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നതിൽ നമ്മൾ പോയാൽ നമ്മുടെ ജഡീക മനുഷ്യൻ നമ്മളിൽ അങ്ങ് ബലപ്പെടും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ജഡീക മനുഷ്യനുണ്ട്, ആത്മീയ മനുഷ്യനുണ്ട്. നമ്മൾ ജഡീക മനുഷ്യനെ പോഷിപ്പിച്ചാൽ ജഡീക മനുഷ്യൻ അങ്ങ് വർദ്ധിച്ച് നമ്മുടെ ആത്മീയ മനുഷ്യൻ ചുരുങ്ങി അവസാനം ആത്മീയ മനുഷ്യന് നാച്ചുറൽ ഡെത്ത് സംഭവിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മൾ ആരെ ഫീഡ് ചെയ്യണം? ആത്മീയ മനുഷ്യനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടും.
നമ്മുടെ ആത്മീയ മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടുന്നതോറും നമ്മുടെ ജഡീയ മനുഷ്യന്റെ പിടി അയഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പ്രകൃതിയിലുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചില വൃക്ഷങ്ങൾ, ചില വള്ളികൾ ഇങ്ങനെ ചുറ്റും. ആ വള്ളി ആരും നട്ടതല്ല, ആ വൃക്ഷത്തെ കയറി ഇങ്ങനെ ചുറ്റിയതാണ്. ഇതിങ്ങനെ ചുറ്റി 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 ഇങ്ങനെ ഇതിനെ ഞെരുക്കാൻ നോക്കും. പക്ഷെ ചില വൃക്ഷങ്ങൾ നല്ലതുപോലെ വളവും വലിച്ചെടുത്ത് നല്ല തടി വെച്ച് കഴിയുമ്പോൾ ഈ ചുറ്റിയിരുന്ന വള്ളികളൊക്കെ അത് പൊട്ടും. അതുകൊണ്ട് ചില വൃക്ഷങ്ങളിൽ നോക്കിയാൽ ഇങ്ങനെ പാടുകൾ കാണാം. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? എന്ത് കണ്ടിട്ടില്ലേ? ഇല്ല. ഇനി കാട്ടിക്കുളത്ത് കയറി നടക്കണം. ശിവനെ കൂടെ വിളിച്ചോണം. എന്നിട്ട് കാട്ടിക്കുളത്ത് കയറി നടന്ന് വൃക്ഷങ്ങളൊക്കെ നോക്കണം. വൃക്ഷങ്ങളെ നോക്കിയാൽ ചില നല്ല ബലമുള്ള വൃക്ഷങ്ങൾ നോക്കിയാൽ അതിൻ്റെ പുറമെ ഇങ്ങനെ ഒരു പാട് കാണാം. ആ പാടെന്താന്ന് ചോദിച്ചാൽ ചില വള്ളികൾ അതിനെ ചുറ്റിയിരുന്നതാണ്. പക്ഷേ ഈ തടി ബലം പ്രാപിച്ചതോടുകൂടി വള്ളി അങ്ങനെ പൊട്ടിപ്പോയി, അതിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു, ആ വള്ളി തന്നെ ഉണങ്ങി. ഇതൊരു വലിയ ആത്മീയ മർമ്മമില്ല. നമ്മുടെ ആത്മീയ മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടുത്തുന്നത്? ഒന്ന്, ദൈവവചനം. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാങ്ങിയിട്ട്. രണ്ട്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം, നമ്മുടെ ആത്മാവ് പുഷ്ടിപ്പെടണം, ആത്മാവ് ബലം പ്രാപിക്കണം. നാൾക്കുനാൾ നമ്മുടെ ഉള്ളിലുള്ള പുതുമനുഷ്യൻ, ആത്മീയ മനുഷ്യൻ ബലപ്പെട്ട് വളരണം. അങ്ങനെ പ്രാർത്ഥനയാലും പഠനത്താലും ആത്മീയമായ ആരാധനകളാലും കൂട്ടായ്മകളാലും നമ്മുടെ ആത്മീയ മനുഷ്യൻ പുഷ്ടിപ്പെടുത്തോറും നമ്മുടെ ജഡീയ മനുഷ്യന്റെ ശക്തി നഷ്ടപ്പെടും. ഉരുകപ്പറ്റുന്ന പാപങ്ങളിൽ നമുക്ക് പുറത്തു വരാൻ കഴിയും. പിന്നെ ഇവിടെ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിക്കുക, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ പാപികളാൽ കഴിക്കുന്ന കഷ്ടം നേരിട്ട ഇങ്ങനെയുള്ളവരെ ധ്യാനിച്ചുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഈ ഓടുന്നവരെ ഇടത്തു വലത്ത് നോക്കിക്കൊണ്ട് ഓടും. ഇല്ല, അവരുടെ നോട്ടം സ്ട്രൈറ്റ് അല്ലേ? അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഒന്നാമത് ഓടി തേക്കണം. ആ കപ്പ്, അവിടെ ഇരിക്കുന്ന കപ്പാണ് അവരുടെ ലക്ഷ്യം. ആ കപ്പ് പ്രാപിക്കണം. അതിനുവേണ്ടി ആ കപ്പിനെ നോക്കിക്കൊണ്ട് ഈ ഓട്ടത്തിൽ പ്രയാസമാണ്. ചിലപ്പോൾ മസിൽ കയറും, ചിലപ്പോൾ വേദന വരും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഇതെല്ലാം മറികടന്നിട്ട് അവർ ഓടുകയാണ്. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ നേരത്തെ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഓട്ടത്തിന്റെ അവസാനം നമുക്കുള്ള വിരുദ്ധമായി നമ്മുടെ കർത്താവ് കാത്തു നിൽക്കുന്നുണ്ട്. അവർ നമ്മളെ കാത്തു നിൽക്കുകയാണ്, നമുക്കുള്ള വിരുദ്ധ തരാൻ. ഈ ഓട്ടക്കാലത്ത് പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് അതുകൊണ്ട് ദൈവമാ സംസാരിച്ചത്. ചിലപ്പോൾ ഈ ചിലരുടെ നിന്നയും പരിഹാസമൊക്കെ കേൾക്കുമ്പോ ആകെപ്പാടെ അങ്ങ് ക്ഷീണിച്ച് തളർന്ന് തമ്പുരാനോട് പരാതി പറയാൻ ചെന്നിരിക്കുമ്പോ തമ്പുരാൻ ചോദിക്കും, മോനെ എനിക്ക് കിട്ടിയതിനെക്കാട്ട് കൂടുതൽ വലുതൊന്നും കിട്ടണം. കർത്താവിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ അപമാനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അത് എന്നും പറയോ? മറ്റുള്ളവരെല്ലാം പരിഹാസം, എല്ലാവരും ഇങ്ങനെ കുറിച്ച് നോക്കിയിരിക്കുക, എന്നെ എവിടെ കുറ്റം പിടിക്കണമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. പക്ഷെ കർത്താവിന് കിട്ടിയ അത്രയും കിട്ടിയോ? പറ. ആ, ഇല്ല. കർത്താവിന് കിട്ടിയ അത്രയും പരിഹാസവും നിന്നയും കഷ്ടതയും ക്രൂശും ഒന്നും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കണമെങ്കിൽ പാപികളായി നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം എങ്ങനെ ഓടണം? ഇവിടെ നമുക്ക് വളർക്കുന്ന പ്രശ്നമല്ലേ? നമ്മുടെ ഓട്ടം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലെ ഞാൻ ഇന്ന് ഞായറാഴ്ച എന്തോ ഒരു ഉണർവാ അല്ലേ?
ഞാൻ പണ്ട് ദിവസം എനിക്ക് പറയുമായിരുന്നു, ഈ വെളുത്ത മാനസാന്തരം 3 മാസം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു നല്ല വചനമൊക്കെ കേട്ടു, നല്ല ആരാധനയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആകപ്പാട് ബലം പ്രാപിച്ചു. നമ്മൾ തന്നെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഓട്ടം നല്ല 100 കിലോമീറ്റർ 100-120 കിലോമീറ്റർ സ്പീഡിലാണ് ഓട്ടം അല്ലേ. 2 ദിവസം കഴിയുമ്പോഴോ ഒരാഴ്ച കൂട്ടായ്മ കിട്ടിയില്ല, വചനം പഠിക്കാൻ പറ്റിയില്ല, പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡോമീറ്റർ 140 100 100 80 60 40 20. പിന്നെ പണ്ട് KSRTC ബസ് കട്ടപ്പുറത്തിരിക്കുന്ന പോലെ അനേക വിശ്വാസികളും ഇന്ന് കട്ടപ്പുറത്ത്. കട്ടപ്പുറത്ത് രക്ഷിക്കപ്പെട്ടാലും ആര് രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടാലും ആണ് സ്നാനപ്പെട്ടതാ. ഇവിടെ കഷ്ടം. ഞങ്ങള് ഇപ്രാവശ്യം നാട്ടിൽ ദൈവത്തിന്റെ പാലുടെ പദ്ധതിയിലാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം മാവേലിക്കര പോയിട്ട് വന്ന വഴിക്ക് ട്രെയിനില് അവർ ആ സീറ്റിലല്ല ഇരിക്കണ്ടേ. ഇവരുടെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്നു, പേരുകൂടിയൊന്നും ഞാൻ പറയത്തില്ല. ആ പെൺകുട്ടി വന്നിരുന്നു. അപ്പൊ അവളെ ബേസിക് അഡ്മിഷന് വേണ്ടിയിട്ട് പോകുക, ഒരു സ്ഥലത്തേക്ക് പോവുക. അവിടെ അമ്മയും കൂടെ ഉണ്ട്. അപ്പം ഇവര് രണ്ടിടത്തായിരിക്കും സീറ്റ്. അപ്പൊ ഇവർക്ക് ഒരുമിച്ച് ഇരിക്കണമെന്നുണ്ട്. അങ്ങനെ വന്നപ്പം ചോദിച്ചു വന്നപ്പം പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിൽ നിൽക്കുന്ന ഒരു പാവം മകൾ, പഠിപ്പിക്കാൻ ആളില്ല, പഠിക്കാൻ അവൾ വിളിക്കുക, ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല, അഡ്മിഷൻ കിട്ടി പോവുക, എങ്ങനെ അങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. ഇവിടെ ചോദിച്ചു രക്ഷയുടെ അനുഭവം ഉണ്ടോ? രക്ഷയുടെ അനുഭവമില്ല, ഒന്നുമില്ല. ബന്ധുക്കോസാണ്. ആലോചിച്ചു, വചനം വായിക്കാനുണ്ടോ? സങ്കീർത്തനം മാത്രമേ വായിക്കാറുള്ളൂ. ആദ്യത്തെ സംഭവമാണ് 2000 നടന്ന സംഭവം. ബന്ധുക്കോസിലാക്കി ഞാൻ ചർച്ചയുടെ പേര് പറഞ്ഞു, ഞാൻ പറയുന്നില്ല. അതാ ഇന്നത്തെ ലോകം പോയി. അവരെ അവരോട് സംസാരിച്ചു, അവളെ കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു. അവൾ വലിയ സന്തോഷത്തിൽ എന്നിട്ട് വിളിച്ചു. വളരെ സന്തോഷമായിരിക്കുന്നു. വളരെ ഞെരുക്കത്തിലൂടെ പോകുന്ന ഒരു പെൺകുട്ടി, പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. പ്രിയമുള്ളവരെ, ഞാൻ അന്നേരം ഓർത്ത്, ദൈവമേ, ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് ബോഗി തെറ്റി, വേറെ ബോഗി കയറേണ്ട അവള് ഇവിടെ ഒരു സീറ്റ് അതിനകത്തും ഉണ്ട്. രണ്ടുപേരുടെ അവിടെ വന്ന് കയറുന്നു, ഇവരുടെ അടുത്ത് വന്നിരുന്നു. എല്ലാം ദൈവത്തിന്റെ പ്രാകൃത പദ്ധതി നോക്കാൻ. ദൈവം തമ്പുരാൻ എത്ര വിശ്വസ്തനാണ്, എത്ര വിശ്വസ്തനാണ്! എന്തുമാത്രം ആവശ്യങ്ങൾ അറിയും. ആരും നമ്മുടെ ആവശ്യങ്ങൾ അറിയാത്തപ്പോൾ, ആരും നമ്മുടെ കണ്ണുനീര് കാണാത്തപ്പോൾ, നമ്മുടെ കണ്ണുനീര് കണ്ട് ഹൃദയ നുറുക്കം അറിഞ്ഞ് തക്ക സമയത്ത് ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നമ്മളെ മുമ്പോട്ട് നടത്തുന്ന ഒരു വലിയ അമ്മ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, വലിയ വലിയ ആളുകളുമായിട്ടൊക്കെ പരിചയപ്പെടാൻ ഒരു അവസരം. ഇതൊക്കെ ലിങ്ക് ചെയ്തിരുന്ന ദൈവത്തിന്റെ വലിയ പ്ലാനാണ്. ഇതാണ് പറയുന്നത് ദൈവത്തിന്റെ പ്രോവിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ സേവിക്കുന്ന ദൈവം ഒരു മിഥല്ല, ഒരു കെട്ടുകഥയല്ല, ഭാവന വിലാസമല്ല, മറിച്ച് അവൻ ജീവിക്കുന്ന ദൈവം. അവൻ ഇന്നും ജീവിക്കുന്നവൻ. മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്നവൻ, ദുഃഖിതരെ ആശ്വസിപ്പിക്കും. ഉന്നതനെങ്കിലും ശാശ്വതവാസിയെങ്കിലും താഴ്മയുള്ളവരോട് കൂടെ വസിക്കുന്നത്. ഒരു നാളും നമ്മളെ തള്ളിക്കളയും. ഈ കർത്താവിനെ സേവിപ്പാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് തന്നെ എത്ര വലിയ ഭാഗ്യം. അതുകൊണ്ട് സംഘടനക്കാരൻ പറയുന്നത്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന യഹോവയെ ഞാൻ എല്ലാ കാലത്തും വായിക്കും. പ്രതികൂലങ്ങളിൽ ക്ഷീണിച്ചു പോകരുത്. ഭാരങ്ങളും പ്രയാസങ്ങളും അടിക്കടി വരുമ്പോൾ തളർന്നു പോകരുത്. ഉറച്ചു നിൽക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണം, അവന്റെ മുഖത്തേക്ക് നോക്കണം, അവന്റെ വചനം പഠിക്കണം, കൂട്ടായ്മ ആചരിക്കണം. ദൈവമക്കളുമാരുടെ കൂട്ടായ്മയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. കാരണം ആത്മീയമായ കൂട്ടായ്മ നമ്മളെ ബലപ്പെടുത്തുന്നത്.
അല്ലേ? നമുക്കറിയാം, ഒരു വിറക് കൊള്ളി കത്തിച്ച് അത് വെച്ചാൽ കുറെ കഴിയുമ്പോ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അല്ലേ, ഒരു വിറക് കൊള്ളി മാത്രം കത്തിച്ച് അടുപ്പിലിരുന്നാൽ എത്ര നേരം കത്തും? എത്ര നേരം കത്തും? ആ ഗ്യാസ് ഓൺ ചെയ്ത് തീപ്പെട്ടി വെച്ച് അറിയത്തുള്ളൂ അല്ലേ. പക്ഷെ പഴയ തലമുറയിലൊക്കെ വിറക് കത്തിച്ച് ഊതിയാണ് നമ്മുടെയൊക്കെ അമ്മച്ചിമാരും അപ്പച്ചന്മാരെന്ന് അടുക്കളയൊക്കെ അടുത്തൊന്നുമില്ലായിരുന്നു. അപ്പച്ചന്മാർ കസേരയിൽ ഇരിക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുവാൻ. ഞാൻ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ അമ്മച്ചിമാര് ഈ ഒരു വിറകൊള്ളി അടുപ്പിൽ വെച്ചാല് കുറച്ച് കഴിയുമ്പോ ചാരം, പിന്നെ അതിനകത്തോട് ഉറുമ്പരി അത്. എന്നാ പല വിറകുകൊള്ളികൾ ഒരുമിച്ച് വെച്ച് കത്തിച്ചാലോ ആളിക്കത്തും. ഇതാ കൂട്ടായ്മയുടെ, ഇതിനാ കൂട്ടായ്മ വേണമെന്ന് പറയും, ഇതിനാ ആരാധന വേണമെന്ന് പറയും. ചിലരൊക്കെ പറയും ഞാൻ വീട്ടിലിരുന്ന് ആരാധിക്കുന്നുണ്ട്, അത് മതി. അവിടെ പള്ളിയിൽ പോയിട്ട് എന്തോ കിട്ടാണ്, അവിടെ എല്ലാം കള്ളന്മാരാണ്, അവിടെ എല്ലാം പിടിച്ചു വരയ്ക്കാനിരിക്കുക, പാസ്റ്റർമാർ ദശാംശം വാങ്ങിച്ച് തിന്നു കൊടുക്കാനിരിക്കുക, പാസ്റ്റർമാരെ കണ്ടിട്ടില്ലയോ, എന്തോ ഒരു കുടവേറ, എന്തോ ഒരു തടിയ, അതൊക്കെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമായിരിക്കും പറയുന്നേ. കുറ്റം പറയാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടോ? നിങ്ങളൊരു നമ്മളെങ്കിലൊന്നും മടുത്തു പോകില്ല, നിന്ന് സഹിക്കുന്നതിൽ മടുത്തു പോകില്ല. മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് ദൈവം നമ്മളെ നമുക്ക് പ്രതിഫലം നൽകുന്നത് മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ടോടാൻ. അത് ഏത് വിധത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് യൗവനമോഹങ്ങൾ. ചെറുപ്പക്കാരോട് ഞാൻ പറയുക, ചതിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായ പോളിയോൺ ടിച്ചു, അദ്ദേഹത്തിന്റെ ബുക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വേറെ ഒരു 50-60 വയസ്സാകണേ, എന്നാലെങ്കിലും ഈ ജഡമോഹങ്ങളിൽ നിന്ന് ഞാൻ ഇന്ന് രക്ഷ പ്രാപിക്കുന്നു. അത് 52-ാമത്തെ വയസ്സിൽ ബുക്ക് എഴുതിയപ്പോൾ അദ്ദേഹം പറയാ, എനിക്ക് ചെറുപ്പത്തിലുണ്ടാകുന്നതിനേക്കാളും പ്രലോഭനം ഇപ്പോൾ വളരെ കൂടുതലാണ്. അദ്ദേഹം സത്യം തുറന്നില്ല, പലരും പറയുന്നില്ല. അങ്ങനൊരു വല്ലാത്തൊരു കാലഘട്ടം. സോഷ്യൽ മീഡിയ എന്തുമാത്രം ആളുകളെ ചതിക്കുന്നു. ഒരുപാട് പ്രയോജനമുണ്ട്, പക്ഷേ അനേകം ചതിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവിന്റെ നല്ല സാക്ഷിയായിരിക്കണം. മറ്റാർക്കും നമ്മുടെ നേരെ വിരൽ ചൂണ്ടാൻ നമ്മൾ അവസരം കൊടുക്കേണ്ടതില്ല. ഒരാളും നമ്മുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രസംഗിക്കുന്ന നീ അങ്ങനെയല്ലയോ ഇങ്ങനെയല്ലയോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ ഞാനും നിങ്ങൾ ഇടയാക്കരുത്. നമ്മുടെ കർത്താവിനെ നമ്മൾ വേദനിപ്പിക്കരുത്, കർത്താവിന് അപമാനം വരുത്തരുത്. എന്ത് നഷ്ടം വന്നാൽ, എന്ത് കഷ്ടം വന്നാൽ ഈ സത്യവചനത്തെ മുറുകെ പിടിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കണം. അവസാനത്തോളം ഓട്ടം കൂടി ഒരു പറയുന്ന പോലെ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കാൻ സ്വർഗം നമ്മളെ സഹായിക്കും. അതിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു കാര്യം ദൈവാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പറയാണ്, ആദ്യം തുടങ്ങുന്ന എങ്ങനെ? ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചുറ്റും സാക്ഷികൾ വലിയ സമൂഹം. ഞാൻ നിങ്ങളെ വലിയ ഒരു ഒറ്റക്കളം ഓടുന്ന ഒരു സ്റ്റേഡിയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഓട്ടം ഓടുമ്പോൾ അനേക സ്റ്റേജിൽ ഇരുന്നുണ്ടെങ്കിൽ അല്ലെ എന്ന് പറഞ്ഞ് തങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളെ അവരിങ്ങനെ എൻകറേജ് ചെയ്യും. അവരിങ്ങനെ ഗാലറി, അവർ ഓടുന്നില്ല, ഗാലറിയിൽ ഇരുന്നുകൊണ്ട് അവർ നമ്മളെ എൻകറേജ് ചെയ്യാണ്. ഓട്ടം ഓടി തികയ്ക്കാനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്ക് ഒരു ആവശ്യം, ഒരല്പം കൂടെ കൊള്ളട, ഒരല്പം കൂടെ കൊള്ളട, വീട് പോകരുത്, ക്ഷീണിച്ചു പോകരുത്, നടന്നു പോകരുത്, നീ ആടാ കുഞ്ഞൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കോളേജ് ബീച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ചുറ്റും നിൽക്കുന്ന വലിയ ഒരു വിശ്വാസ സമൂഹം. മോളെ നീ ഓട്ടം ഓടി തികയ്ക്കാറായി. You are about to finish your race. Don't quit. Don't leave. Hold on. Hold on. പിടിച്ചോളാ, ഓട്,
നിന്റെ ഓട്ടം നീ തിരിച്ചു പോകരുത്, തളർന്നു പോകരുത്. നിനക്ക് ഇനി അധികം ഓടേണ്ടി വരത്തില്ല. നിന്റെ ഓട്ടം ഓടി തികയ്ക്കുന്ന നാളുകൾ മുമ്പിലുണ്ട്. തിരിച്ചു പോകരുത്, തളർന്നു പോകരുത് പറഞ്ഞുകൊണ്ട് ചുറ്റും നമ്മൾക്ക് മുമ്പേ കടന്നു പോകാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് നമ്മളെ എൻകറേജ് ചെയ്യാം. നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാർ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. എത്ര മനോഹരം ക്രിസ്ത്യൻ ജീവിതം, എത്ര മനോഹരം അല്ലേ? മനോഹരമായ ഒരു പാട്ടുണ്ടല്ലോ, നല്ല പോരാട്ടം പോരാടി ഓട്ടം തികയ്ക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അതിൻ്റെ 2-3 സ്റ്റാൻസുകൾ മാത്രം നമുക്ക് പാടി ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നല്ല പോരാട്ടം പോരാടി ഓട്ടം തികയ്ക്കാവുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് ചേർന്ന് നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓടുന്നോരെങ്കിലോ മാത്രമല്ലയോ, ഓട്ടക്കളത്തിലോടുന്നോരെങ്കിലോ വിരുന്നു പ്രാപിക്കുന്നു നേരം മാത്രമല്ലയോ. ഭാരം ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയപിതാവേ, ഞങ്ങളുടെ സ്വർഗീയ സാന്നിധ്യത്തിനായി ഞങ്ങളൊക്കെ ഒന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളാരും ഈ കോട്ടക്കളത്തിൽ തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുതേ. അനേകർ തകർന്നുപോയ ഒട്ടക്കളത്തിലാണ് ഞങ്ങൾ കൂടുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മലങ്കരകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓട്ടം തികയ്പ്പാൻ ഞങ്ങൾക്ക് വെച്ചിട്ടുള്ള വിരുന്ന് വളർത്താൻ സ്വർഗം ഞങ്ങളെ സഹായിക്കാൻ സകല മഹത്വവും നിർത്താൻ പുത്രന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.